സ്വാസ്ഥ്യപഥത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയെക്കുറിച്ചാണ്. പൊതുജനങ്ങൾക്കിടയിൽ സാധാരണയായി തെറ്റിദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ള ഒന്നാണ് ആയുർവേദ പഞ്ചകർമ്മ. പലപ്പോഴും ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി മുതലായവയെ പഞ്ചകർമ്മ എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു കാണപ്പെടാറുണ്ട്. യഥാർത്ഥ പഞ്ചകർമ്മ ചികിത്സ എന്താണ്? ശരീരത്തിലെ ദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥ മൂലമുണ്ടാവുന്ന രോഗങ്ങൾ, അതിൻ്റെ മൂലകാരണത്തെ മനസ്സിലാക്കി ശരീരത്തിൽ നിന്നും അവയെ പൂർണ്ണമായി പുറത്തേക്ക് കളയുന്ന ചികിത്സാ രീതിയാണ് ആയുർവേദ പഞ്ചകർമ്മ ചികിത്സ. വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷം എന്നിവയാണ് ഈ പ്രധാന ചികിത്സകൾ. പഞ്ചകർമ്മ ചികിത്സയ്ക്ക് മുന്നോടിയായി ചെയ്തു വരുന്നവയാണ് സ്നേഹസ്വേദാദികൾ. ഈ സ്നേഹസ്വേദാദി ക്രിയകൾ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് മുന്നോടിയായി ചെയ്യുന്നത് ഒരു രോഗിയെ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുകയാണ്. അതിൽ ഉൾപ്പെടുന്നവയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി മുതലായവ. യഥാർത്ഥ പഞ്ചകർമ്മ ചികിത്സ എന്നുള്ളത് ഒരു സ്പാ ചികിത്സയോ ആഡംബര ചികിത്സയോ അല്ല. അത് ഒരു അംഗീകൃത ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രോഗിക്കും രോഗാവസ്ഥയ്ക്കും അനുസൃതമായി ചെയ്യേണ്ട ഒന്നാണ് എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.